യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ ഇന്ന് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും സംഭവിക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ചിന്തിക്കുന്നത് ജീവിതം മുഴുവൻ ബലിയായി നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സന്യാസിനികളെയും കുറിച്ചാണ്. നമ്മുടെ കുടുംബത്തിലുള്ള അല്ല ബന്ധുക്കളായിട്ടുള്ള വൈദികർ, നമ്മുടെ ഇടവക വികാരിമാർ, എല്ലാ വൈദികരെയും സഭയുമൊക്കെ ഓർത്തൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സഭയുടെ മേൽ അങ്ങ് കരുണ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ വൈദികരെയും സന്യാസിനികളെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. രോഗികളായ വൈദികരോട്, സിസ്റ്റേഴ്സിനോട് പ്രത്യേകം അങ്ങ് കരുണ കാണിക്കണമേ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ വലിയ ശക്തി അയക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് കൂടുതൽ അഭിഷേകത്തിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു വൈദികനുമായിട്ട് പരിചയപ്പെടുവാനിടയായി. അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. തിരുപ്പട്ട സ്വീകരണം കഴിഞ്ഞിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. അച്ഛൻ്റെ ലങ്സിനെ ക്യാൻസർ ബാധിച്ചിരിക്കുക. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു, അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. ചികിത്സ തുടരുകയായിരുന്നു. 2 പ്രാവശ്യം അച്ഛനുമായിട്ട് നേരിട്ട് കാണുവാനായിട്ട് സാധിച്ചിരുന്നു. 3-4 മാസങ്ങൾ കഴിഞ്ഞ് ആ വൈദികൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. തൻ്റെ പുരോഹിത ജീവിതം, പൗരോഹിത്യ ജീവിതം 4 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം 4 വർഷമായപ്പോഴത്തേക്കും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. നമ്മൾ സഭയെ സ്നേഹിക്കണം, വൈദികരെ സ്നേഹിക്കണം, അവരെ മാനിക്കണം, സന്യാസിനികളെ നമ്മൾ സ്നേഹിക്കണം. വിശുദ്ധ ബൈബിളിൽ ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വചനങ്ങൾ, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അപ്പോൾ ഒരു പുരോഹിതൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള തിരഞ്ഞെടുപ്പാണ്. യേശു തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്യുക. അവർ ദൈവജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി, ബലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി, ദൈവജനത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്യാൻ വേണ്ടി കർത്താവ് അവരെ അഭിഷേകം ചെയ്ത് നിയമിച്ചാക്കിയിരിക്കുക. ദൈവജനത്തിനു വേണ്ടി പുരോഹിതന്മാർ ചെയ്യുന്ന ശുശ്രൂഷയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അവർ കടന്നു പോകുന്ന വേദനയുടെയും സഹനത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും വഴികളെ നമ്മൾ തിരിച്ചറിയണം. മാതാപിതാക്കന്മാരെയും കുടുംബത്തെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ട് സെമിനാരിയിൽ ചേർന്ന് വർഷങ്ങളോളം പഠിച്ച് വൈദികരായി ഓരോ ഇടവകയിൽ അല്ലെങ്കിൽ മിഷൻ പ്രദേശത്ത് ഒക്കെ പോയി രാപകൽ ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. അനേകം വൈദികരുന്ന് മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാണ്.
അനേകം വൈദികരെ പലവിധത്തിൽ തേജോവധം ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ വിശ്വാസികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഭാരതത്തിന് മണ്ണിൽ വൈദികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വൈദികരുടെ രക്തം, സന്യാസികളുടെ രക്തം ഈ ഭാരതത്തിന് മണ്ണിൽ വീണിട്ടുണ്ട്. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ വൈദികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദൈവജനത്തിനു വേണ്ടി കർത്താവിൻ്റെ അഭിഷിക്തർ, സന്യാസിനികൾ ചെയ്യുന്ന ആ ശുശ്രൂഷ, അതിൻ്റെ മഹത്വം എത്രയാണെന്ന്, എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് മദർ തെരേസയുടെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ ക്ഷണിച്ചതനുസരിച്ച് അവിടെ കോൺവെൻറ്റിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയസ്പർശിയ, നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ. 50ഓളം വരുന്ന കുഞ്ഞുങ്ങൾ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, മന്ദബുദ്ധികൾ, വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, കിടപ്പിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെയാണ് അവിടെ കണ്ടത്. ചില കുട്ടികൾ ഉപദ്രവം ചെയ്ത കുഞ്ഞുങ്ങളാണ്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് കരുതി ദൈവസ്നേഹവും മാതൃത്വത്തിൻ്റെ സ്നേഹവും അവർ കൊടുക്കുകയാണ്. അഹോരാത്രം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്ന പ്രിയപ്പെട്ട സന്യാസിനികൾ. ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ലിറ്റി, ആ വിശുദ്ധിയായ സന്യാസിനുടെ ആസ്ഥാനമായ കുന്നന്താനം, അവിടെ നമ്മൾ പോയിട്ടുണ്ട്. 100-200ഓളം കുഞ്ഞുങ്ങൾ, വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ, നടക്കാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങൾ, അനേകം കുട്ടികൾ ഒക്കെ ഇവിടെയുണ്ട്, വയ്യാത്തവരായിട്ടുള്ളവർ. അവിടെയും അവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ ബലിയായി പങ്കുവയ്ക്കുന്ന സന്യാസിനികൾ. അവർ വിശുദ്ധരാണ്. അവർ തങ്ങളെ തന്നെ മറന്നുകൊണ്ട്, തങ്ങളെ തന്നെ ത്യജിച്ചുകൊണ്ട് ഈ വൈകല്യം നിറഞ്ഞ ഇവർക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ ചിന്തിക്കണം, ജീവിതം ഇവർക്കായിട്ട് കൊടുക്കുന്ന ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ ചെയ്യുന്ന സേവനങ്ങൾ, അവർ ചെയ്യുന്ന നന്മകൾ എത്രയോ വലുതാണ്. ഇന്ന് സന്യാസിനികളെ അപമാനിക്കുന്നവരുണ്ട്, അവരെക്കുറിച്ച് അപവാദം പറയുന്നവരുണ്ട്. അതിനൊരിക്കലും നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. ഏതാനും മാസങ്ങൾക്കുമാണല്ലോ യമനിൽ ഒരു കോൺവെന്റിൽ കയറി സിസ്റ്റേഴ്സിനെയും ഒക്കെ വെടിവെച്ചു കൊന്ന സംഭവം. മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് എന്നിവിടെയും ഉണ്ടായിരുന്നു. ആ ലോകരാജ്യങ്ങളിൽ ദരിദ്രർക്ക് വേണ്ടി, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് മരണം വരെ കർത്താവിനെ കൊടുക്കുവാൻ, ഈ പാവപ്പെട്ട മനുഷ്യരെ ശുശ്രൂഷിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന സന്യാസികളെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സന്യാസികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ഇടവകളിൽ വൈദികർ ചെയ്യുന്ന വലിയ സേവനങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഈ അടുത്ത നാളിൽ ഒരു അച്ഛനോട് പങ്കുവെച്ചൊരു അനുഭവമാണ്. കരുണയുടെ വർഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനൊരു തീരുമാനമെടുത്തു, ഈ കരുണയുടെ വർഷം ഇടവകയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അച്ഛൻ പറയുകയാണ്, അച്ഛൻ അതിന് മുൻകൈ എടുത്തിറങ്ങി ആ ഇടവകയിൽ സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്ക് കഴിയുന്ന 5 കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് നൽകിയത്. ഒരു വൈദികൻ മുന്നിട്ട് അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇടവക ജനം മുഴുവൻ അച്ഛനോടൊപ്പം നിന്നു. സ്വന്തമായിട്ട് ഒരു കൂരയില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ ഒരുക്കപ്പെടുകയാണ്. വിശ്വാസികളുടെ എല്ലാ ആവശ്യങ്ങളിലും, കുദാശപരമായ എല്ലാ ആവശ്യങ്ങളിലും വൈദികർ മുന്നിട്ടിറങ്ങി അവയൊക്കെ ചെയ്തു തരുന്നുണ്ട്. എത്രയോ വൈദികരാണ്
ദൈവജനത്തിനു വേണ്ടി ജീവിച്ച് രോഗികളായി പ്രായമായി വൃദ്ധമന്ദിരങ്ങളിൽ കഴിയുന്നത്. ഒരിക്കൽ ഒരു അച്ഛൻ നമ്മുടെ ധ്യാനത്തിന് വന്നു. അച്ഛൻ്റെ കൂടെ ബന്ധുക്കളുമുണ്ട്. അച്ഛന് ഓർമ്മക്കുറവ്, പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗമാണ്. തനിയെ നിൽക്കാൻ വയ്യ, രണ്ടുപേരും പിടിച്ചാലേ നിൽക്കത്തുള്ളൂ. കൈകളൊക്കെ ശരീരമൊക്കെ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. വിശ്വാസികൾക്ക് വേണ്ടി രാപകൽ തങ്ങളെ തന്നെ മറന്നുകൊണ്ട് അവരൊക്കെ സേവനം ചെയ്തു. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, സ്ഥാപനങ്ങൾ മനോഹരമായിട്ട് അച്ചടക്കത്തോടെ അവയൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അവയെ തകർക്കുവാനായിട്ട് വൈദികരുടെ തിരുവസ്ത്രത്തെ ചെളിപുരട്ടുവാനായിട്ട് ശ്രമിക്കുന്ന ഗൂഢശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അഭിഷിക്തരും സന്യാസിനികളും അപമാനിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ കൈകൊട്ടി ചിരിക്കരുത്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ കരമുയർത്തണം. കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വൈദികർക്ക്, സിസ്റ്റേഴ്സിന് ബലമായി തീരുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ബലപ്പെടുത്തും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പിടിച്ചു നിർത്തും. അവിടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, മനസ്സ് തകർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ്. അവർക്ക് മാതാപിതാക്കന്മാരുണ്ട്. മാതാപിതാക്കന്മാരും പ്രിയപ്പെട്ടവരുമൊക്കെ മരിച്ചു പോകുമ്പോഴുള്ള വേദന അവരും ഏറ്റുവാങ്ങുന്നുണ്ട്. ഒരിക്കൽ ഒരു വൈദികൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എൻ്റെ അമ്മയുടെ മരണമായിരുന്നു. അത്രമാത്രം അമ്മ ഞങ്ങളെ സ്നേഹിച്ചു. അമ്മയുടെ പ്രാർത്ഥനയാണ് ഞാനൊരു വൈദികനായി തീർന്നതിൻ്റെ കാരണം. അമ്മയുടെ വിശുദ്ധ ജീവിതമാണ്. നോക്കുക, അവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യനുണ്ട്. നൊമ്പരപ്പെടുന്നൊരു ഹൃദയമുണ്ട്. ഒരു സന്യാസിനി എന്നോട് പങ്കുവച്ചൊരു അനുഭവമാണ്. സിസ്റ്റർ ഉത്തരേന്ത്യയിലായിരുന്നു ജോലി. അമ്മ മരിച്ചു. നാട്ടിലാണ് അമ്മ. അമ്മ മരിച്ചു. അമ്മ മരിക്കുമ്പോൾ, രോഗിയായി കിടക്കുമ്പോഴും വരാൻ പറ്റില്ല. അമ്മ മരിച്ചു കഴിഞ്ഞ് ആണ് സിസ്റ്റർ നാട്ടിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എത്തുന്നത്. ആ സിസ്റ്ററിൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സങ്കടമാണ്. രോഗിയായി കിടന്നപ്പോൾ അമ്മയൊന്നും ഒന്ന് കാണുവാൻ പറ്റില്ല, ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. അമ്മയുടെ ആ മൃതശരീരത്തിന് മുൻപിൽ നിന്ന് ആ സിസ്റ്റർ പൊട്ടിക്കരഞ്ഞു. നോക്കുക, അവരൊക്കെ മനുഷ്യരല്ലേ? അതെ, നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും കുടുംബത്തെയൊക്കെ വിട്ട് ഉത്തരേന്ത്യയുടെയൊക്കെ ഓണം കേര മൂലകളിൽ മിഷൻ പ്രദേശത്തു സേവനം ചെയ്യുന്ന വൈദികരും സന്യാസിനികളും, അവരെയൊക്കെ തേജോവധം ചെയ്യുന്നവരെ നമ്മൾ തിരിച്ചറിയണം. അവരെ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുന്നവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളല്ലാതെ ആരാണ് അവർക്ക് ബലം കൊടുക്കുന്നത്? ആരാണ് അവരെ സ്നേഹം കൊണ്ട് പൊതിയാനുള്ളത്? ഒരിക്കലും നമ്മൾ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആക്ഷേപിക്കരുത്, അപമാനിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ദൈവജനത്തിനു വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകളെ നമുക്ക് മാനിക്കാം. വൃദ്ധമന്ദിരങ്ങളിൽ രോഗാവസ്ഥയിലായി കഴിയുന്ന എത്രയോ വൈദികർ, എത്രയോ സിസ്റ്റേഴ്സ്. ഒരിക്കൽ പ്രായമായ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റിൽ ചെല്ലുവാൻ ഇടയായി. അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ മദർ എന്നോട് പറഞ്ഞു, തീരെ കിടപ്പായ 1-2 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് കാണുവാനായി, പ്രാർത്ഥിക്കുവാനായി. ഞാൻ അവരുടെ അടുക്കൽ ചെന്നു. നടക്കാനൊന്നും പാടില്ല. 10, 80, 90 വയസ്സായ സിസ്റ്റേഴ്സാണ്. അവർ കട്ടിലെ പൂർണ്ണമായിട്ട് കിടപ്പാണ്. വർഷങ്ങളായിട്ട് കിടപ്പായിട്ടുള്ളവരുണ്ട്. പക്ഷേ അവിടെയൊക്കെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു മാലാഖയുടെ മുഖം എത്ര പ്രകാശപൂർണ്ണമാണോ അത്രമാത്രം പ്രകാശമാണ് ആ സന്യാസിനിയുടെ മുഖം. ഞാൻ ഇന്ന് ഓർക്കുന്നു, അതിലൊരു സിസ്റ്റർ കിടപ്പായിട്ട് 7 വർഷത്തോളമായി. ഒന്നും അറിയത്തില്ല.
കൂടെയുള്ള സഹ സിസ്റ്റേഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ശുശ്രൂഷിക്കുകയാണ്. അവിടെ ഹൃദയത്തിൽ സിസ്റ്റേഴ്സിനും വൈദികർക്കും സഭയ്ക്കും പിതാക്കന്മാർക്കും വേണ്ടി ഇടം കൊടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് ഒത്തിരി സ്നേഹിക്കാം. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ വിധത്തിൽ സഭയ്ക്കെതിരായിട്ട് ഇടപെടലുകൾ, അപവാദ പ്രചരണങ്ങൾ, ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഹൃദയം കൊണ്ട് അവരെ സ്നേഹിക്കാം, സഭയെ സ്നേഹിക്കാം, മെത്രാന്മാരെയും വൈദികരെയും സന്യാസിനെയും സ്നേഹിക്കാം. അനേകം അൽമായൊരു ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സഭയോട് ചേർന്ന് നിൽക്കാം. നമ്മൾ വൈദികർക്കെന്നും ബലം കൊടുക്കുന്നവരായിട്ട് മാറണം. വൈദികർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കാൻ ഓടി നടന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. വൈദികർ ചെയ്യുന്ന സേവനങ്ങൾ, ശുശ്രൂഷകൾ, അവയൊക്കെ വിജയമാകുവാൻ, അവരിറങ്ങിത്തിരിക്കുന്ന സകല കാര്യങ്ങളിലും കർത്താവ് വിജയം കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കൂടുതൽ വിശുദ്ധിയിൽ കർത്താവിലേക്ക് വളരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവീകരും കുടുംബാംഗങ്ങളും വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ, സിസ്റ്റേഴ്സിനെതിരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. യേശുവേ, അറിഞ്ഞുമറിയാതെയൊക്കെ ഞങ്ങൾ അവരെ വിമർശിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവയ്ക്കെല്ലാം മാപ്പ് ചോദിക്കുന്നു. സഭയെ അധിക്ഷേപിക്കുന്നവർ കരുണയായിരിക്കണമേ. സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവർ കരുണയായിരിക്കണമേ. ശത്രുക്കളെ അങ്ങ് ചിതറിച്ചു കളയണമേ. കർത്താവേ, ഞങ്ങളുടെ അഭിഷിക്തർ രോഗികളായി കഴിയുന്ന എല്ലാവരുടെ മേലും ഞങ്ങളുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. രോഗികളായ വൈദികരെ, സന്യാസിനികളെല്ലാം അങ്ങ് സൗഖ്യമാക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകം പകരണമേ. കൂടുതൽ ദൈവശക്തി കൊണ്ട് അവരെല്ലാവരെയും നിറയ്ക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മെത്രാന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു. ദൈവമാതാവേ, അമ്മ എപ്പോഴും നമ്മുടെ നീല മേലങ്കിൽ അവരെ പുതിയണമേ, കാത്തുകൊള്ളണമേ. കർത്താവായ യേശുവേ, രോഗികളായ വൈദികരെ അങ്ങ് സൗഖ്യമാക്കണമേ. പ്രായമായി പ്രീസ്റ്റ് ഹോമിൽ കഴിയുന്ന എല്ലാ വൈദികരെയും അങ്ങ് തുടരണമേ. അത്ഭുതമായ ശക്തി അയക്കണമേ, സൗഖ്യം നൽകണമേ. രോഗാവസ്ഥയിലായിരിക്കുന്ന സന്യാസികളെ അങ്ങ് സൗഖ്യം നൽകണമേ. ക്യാൻസർ രോഗികൾ സൗഖ്യമാവട്ടെ. പാർക്കിൻസൺസ് വിട്ടുമാറട്ടെ. ശരീരം ബലമാവട്ടെ. വ്യത്യസ്തമായ രോഗങ്ങളിൽ നിന്ന് മോചനം നൽകണമേ. കിഡ്നി രോഗികൾ സൗഖ്യമാവട്ടെ. കർത്താവേ, എല്ലാ വൈദികരുടെയും രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ മുറിവിനാൽ സൗഖ്യമുണ്ടല്ലോ. എല്ലാ വൈദികരുടെ മേലും അങ്ങയുടെ അത്ഭുത ശക്തി അയച്ച് സൗഖ്യം നൽകണമേ. സന്യാസികളുടെ മേൽ ആത്മാവിൻ്റെ ശക്തി അയക്കണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ യേശുവേ, അങ്ങയുടെ മുറിവേറ്റ കരമൊന്ന് അങ്ങയുടെ അഭിഷിക്തന്റെ മേൽ വെച്ച് അവരെ സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. സഹോദരി, എന്തിനാ കരയുന്നെന്ന് പറയാമോ? എനിക്ക് 17 വയസ്സുള്ളപ്പോൾ, ഇപ്പം എനിക്ക് 50 വയസ്സുണ്ട്. എന്നെ ഒരു പാമ്പ് കടിച്ചതാണ് ഇവിടെ. അന്ന് മുതൽ ഈ നീര് ഇങ്ങനെ നിൽക്കുകയാണ്, ഇന്ന് വരെയും കുറഞ്ഞിട്ടില്ല. അതുകൂടാതെ എൻ്റെ ഈ മുട്ടുകൾക്കും ഈ കൈകൾക്കും എനിക്ക് പൊക്കാൻ വളരെ നാളുകളായി. ഞാൻ ഈ കൈ പൊക്കിയിട്ട് ഞാൻ ഏകദേശം 8 വർഷത്തോളമായി ഈ കൈ പൊക്കുമല്ല. ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു ദുബൈയിൽ. അവസാനം എനിക്ക് ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് പോരുകയായിരുന്നു. ഇന്നിപ്പോഴും ഞാൻ ചികിത്സയിലാണ്. എൻ്റെ നടുവ് എനിക്ക് നിവർത്തി നിൽക്കാനോ, ഇന്നിപ്പോൾ ഒരു പ്രസംഗം ഞാൻ അവിടെ ആദ്യമായിട്ട് ഞാൻ ഏകദേശം 2 വർഷത്തിന് ശേഷം ഞാൻ മുട്ടുകുത്തുന്ന ഇന്നലെ കുമ്പസാരിക്കാൻ ചെന്നപ്പോഴാണ്. കാരണം എൻ്റെ മുട്ടും ഈ പട്ടികൾ ഇത് മുഴുവൻ നീരാണ്. കാരണം നടുവിൻ്റെ ഞരമ്പ് പെടഞ്ഞിട്ട്
ഈ നീരുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോഴും ഇന്നലെ ഇവിടെ ഇന്നിപ്പോൾ തേണ്ട കുറഞ്ഞു വരുന്നു. തേണ്ട ഞാൻ വലിയ നീരുമായിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ ജ്യേഷ്ഠത്തി ഇവിടെ നിപ്പുണ്ട്, അത് കാണുന്നുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠത്തിയാണ് കന്യാസ്ത്രീ. ഒരു നിമിഷം ഞാനിപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു കരണ്ട് അടിക്കുന്നത് പോലാണ് എനിക്ക് തോന്നിയത്. ഈ കാലയിലോട്ട് ഈ കരണ്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എൻ്റെ ഈ കൈകൾക്ക് എനിക്ക് ശക്തി. ചേച്ചിയുടെ ശരീരത്തിലൂടെ ഈ സൗഖ്യപ്രാർത്ഥന സമയത്ത് ഒരു കറണ്ട് കടന്നു പോകുന്ന അനുഭവം ഉണ്ടായി. കടന്നു പോവുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഈ കൈകൾ കാരണം ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ കൈ ഉയർത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുകയാണ് എൻ്റെ ഈ കൈകൾ താഴ്ത്തിയിട്ട് ഞാൻ ഉയർത്തട്ടെന്ന്. അങ്ങനെയാണ് എൻ്റെ ഈ പൂർണ്ണമായ ഉയർത്തൽ ഇപ്പോൾ ഉണ്ടായത് എനിക്ക്. മറിയാമ്മ, ഞങ്ങളുടെ വീട് തിരുവല്ല. ഞാൻ മൈസൂരിൽ 31 വർഷമായിട്ട് മൈസൂരിൽ വർക്ക് ചെയ്യുന്നത്. നവംബറിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കും. എനിക്ക് ബ്ലഡ് ഉണ്ട്, ക്ലോട്ടുണ്ട്, വെയിൻസ്. അപ്പം 2 പ്രശ്നം പറഞ്ഞിരിക്കുകയായിരുന്നു. അതെ, നേരം ഇത് നമ്മായിട്ടിരിക്കുക. ഓപ്പറേഷൻ പോകണ്ട കേട്ടോ. ഇല്ല, ഞാനൊന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. സാബു എനിക്ക് കൊണ്ടു തന്ന ദൈവം, സാബുവിനെ വിട്ടതാ ദൈവം എനിക്ക് കൊണ്ടു തന്നതാ. ആ മാഗസിനും ഇതൊക്കെ പാംപ്ലെറ്റ്സ് ഒക്കെ ഞാൻ അനിയത്തിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോഴും ചികിത്സയിലായിരുന്നു. അവിടുന്നാണ് ഞാൻ വരുന്നത്. കാരണം പുള്ളിക്കാരത്തിയാണ് എനിക്ക് ഈ ചേച്ചിയൊക്കെ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലാണ്. മെത്രാപ്പൊലിത്തൻ പള്ളിയിലെ ഇടവകക്കാരത്തിയാണ്. മക്കളൊക്കെ എത്ര പേരാ? ഒരു മകനുണ്ട്, +1 പഠിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ഇപ്പം ഇവിടെ സെൻറ്റ് തെരേസസിൽ ചേർത്തു. ഞങ്ങളുടെ കുടുംബം ഞാനും ഒരു ഭർത്താവും മകനും മാത്രമേ ഉള്ളൂ. ഈ കൈക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ വിശ്വസിച്ചിട്ട് പറഞ്ഞു ഈ ധ്യാനത്തിന് ഞാൻ പോയി, എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വിശ്വസിക്കാം, ഏതൊരു ശക്തിയും ഇവിടെ വന്നാലും നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. ഏത് രോഗിക്ക് ഇവിടെ കടന്നു വരാം. അതിൻ്റെ ഒരു അനുഭവസ്ഥയാണ് ഞാൻ ഈ ഏകദേശം 12 വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്നതാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. ഈ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ. എല്ലാം കർത്താവിൻ്റെ സ്നേഹമാണ്. എനിക്ക് 2-3 വർഷമായിട്ട് ഫാനിൻ്റെ അടിയിൽ കിടന്നുറങ്ങാൻ എനിക്ക് വിഷമമായിരുന്നു. ഈ കൈ 2 മരച്ചു പോകുമായിരുന്നു. പക്ഷേ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞ പിന്നെ ഞാൻ മരുന്നും കഴിച്ചിട്ടില്ല. ഈ വെയിൻ സർക്കുലേഷനുള്ളത് ഫാനിൻ്റെ അടിയിൽ ദിവസം മുഴുവൻ ഫാനിട്ട് കിടക്കുകയും ചെയ്യും. കുറച്ച് മരവിപ്പുണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, ഇത് സഹിച്ച് ഞാൻ വിശ്വസിച്ച് ഇതിങ്ങനെ തന്നെ കിടക്കും. ഹാൻഡ് സ്പ്ലിൻ്റൊക്കെ ഉണ്ട്, അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. തിരിച്ചു പോകാൻ വരെ ഉദ്ദേശിച്ചതാണ്. കാരണം അത് ചൂട് സഹിക്കാൻ വയ്യാതെ. ഞാൻ 31 വർഷമായിട്ട് മൈസൂർ വർക്ക് ചെയ്യുന്ന, ചൂട് സഹിക്കാൻ പറ്റാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ യേശുവിൻ്റെ നാമത്തെ എല്ലാം സഹിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയൊക്കെ ഒന്ന് മടക്കി കാണിച്ച്. ഇല്ല, ഇപ്പോൾ കുഴപ്പമില്ല ബ്രദർ. കരമടി ഈശോയ്ക്ക് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേഗരക്ഷകൻ, യേശുവേഗരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.